റിയൽ ടൈം ക്യാൻവാസിൽ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ചിത്രങ്ങൾ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇവിടെ ഒരു പുഴയുടെ തീരത്ത് നിൽക്കുന്ന ഒരു ആനയുടെ ചിത്രമാണ് നമുക്ക് തയ്യാറാക്കേണ്ടത്. ലിയനാർഡോ എയിലെ റിയൽ ടൈം ക്യാൻവാസിൻ്റെ പേജിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി ടൈപ്പ് എ പ്രോംപ്റ്റ് എന്ന ഏരിയയിൽ ഈ സിറ്റുവേഷനിലെ പ്രധാന ക്യാരക്ടേഴ്സ് നമ്മളിവിടെ ഉൾപ്പെടുത്താം. എലിഫൻറ്റ്, ഗ്രാസ്, റിവർ, ക്ലൗഡ്. ഇപ്പോൾ തന്നെ ഒരു ഔട്ട്പുട്ടിൻ്റെ ചിത്രം ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ഇനി ലെഫ്റ്റ് സൈഡിൽ ഈ ടൂൾ ബോക്സിൽ നിന്ന് ബ്രഷ് എടുക്കുന്നു. ബ്രഷിൻ്റെ ഒരു ഗ്രേ കളർ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഒരു ആനയുടെ ചിത്രം ഇവിടെ വരയ്ക്കാൻ ശ്രമിക്കാം. ഞാൻ ഏകദേശം ഒരു ആനയുടെ ചിത്രമാണ്, ഒരു രേഖാചിത്രമാണ് വരയ്ക്കുന്നത്. വരയ്ക്കുന്നതനുസരിച്ച് ഔട്ട്പുട്ടിൽ മാറ്റം വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി ഒരു ബ്ലൂ കളർ എടുത്ത് ഞാൻ മേഘങ്ങൾ വരയ്ക്കുകയാണ്. ബ്ലൂ കളർ എടുത്ത് ഞാനൊരു മേഘം വരച്ചു. അപ്പോൾ അതിനനുസരിച്ച് വീണ്ടും ചിത്രത്തിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. ഇനി ഒരു റിവർ വരയ്ക്കണം. സെയിം കളറിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ റിവർ വരച്ചത്. ഇനി കുറച്ച് ഗ്രാസ് ഒന്ന് ഗ്രീൻ കൂട്ടണമെങ്കിൽ നമുക്കിവിടെ ഒരു ഗ്രീൻ കളർ സെലക്ട് ചെയ്യുന്നു. ദെൻ ഇവിടെ ഒന്ന് കുറച്ച് ഗ്രാസ് നമ്മളിവിടെ വരച്ചു കൊടുക്കാം. അപ്പോൾ അതനുസരിച്ച് ചിത്രത്തിൽ മാറ്റങ്ങൾ വന്നതായിട്ട് നമുക്ക് കാണാം. ഔട്ട്പുട്ട് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചിത്രത്തെ ഇൻപുട്ടാക്കി കുറച്ച് മാറ്റങ്ങൾ കൂടി നമുക്കൊന്ന് വരുത്തി നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഔട്ട്പുട്ട് ടു ഇൻപുട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ജനറേറ്റർ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം പ്രോംപ്റ്റ് എയിൽ എലിഫൻറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതനുസരിച്ച് തന്നെ ഔട്ട്പുട്ട് ചിത്രത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഈ ചിത്രം ഓക്കെ ആണെങ്കിൽ ഡൺ കൊടുക്കാം. എലിഫൻറ്റ് പൊസിഷൻ മാറ്റുന്നതനുസരിച്ചും ചിത്രത്തിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് കാണാം. ഓക്കെ, ഞാനിവിടെ ചിത്രത്തെ നീക്കി വെച്ചു. അതുപോലെ വലുപ്പം കൂട്ടണമെങ്കിലും വലുപ്പം കൂട്ടുക. ഈ ചിത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഒഴിവാക്കി ഈ ക്യാൻവാസിൽ ഇതിന് ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ചിത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി പോകുന്നത് കാണാം. ഈ ചിത്രം ഡൗൺലോഡ് ചെയ്യുന്നതിന് മുകളിലുള്ള ഡൗൺലോഡ് ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഉടനെ തന്നെ ചിത്രം ഡൗൺലോഡായി വന്നതായി നിങ്ങൾക്ക് കാണാവുന്നതാണ്.